ഹരി ഓം. ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 23. പൃഥു മഹാരാജാവിൻ്റെ കഥയാണ് പറഞ്ഞു പോരുന്നത്. പൃഥുവിൻ്റെ പൃഥു മഹാരാജാവ് തപസ് അനുഷ്ഠിക്കുന്നു. അതിനുശേഷം സ്വർഗ പോകുന്നു. ആ ഒരു കഥയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം. 39 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. വിതുര മൈത്രേയ സംവാദമാണ്. അതിൽ മൈത്രേയ ഉവാചയാണ് ആദ്യം. മൈത്രേയ ഉവാച ദൃഷ്ട്വാത്മാനം പ്രവയസം ഏകദാ വൈന്യ ആത്മവാൻ ആത്മനാവർദ്ധിതാ ശേഷ സ്വാനുസർഗ പ്രജാപതി. ദൃഷ്ട്വാത്മാനം പ്രവയസം എന്നാക്കുക. പിന്നെ ഏകദാ വൈന്യ ആത്മവാൻ ആത്മനാവർദ്ധിതാ ശേഷ സ്വാനുസർഗ പ്രജാപതി. 3 ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്കതങ്ങ് നോക്കാം, വായിക്കാം. എന്നിട്ട് 3 ശ്ലോകങ്ങളെയും കൂടെ ഒന്നിച്ചർത്ഥം പറയാം. ജഗതസ്തസ്തുഷശ്ചാപി വൃത്തിതോ ധർമ്മഭൃത് സദാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥം ഇഹ ജജ്ഞിവാൻ ആത്മജേഷു ആത്മജാമ്യസ്യ വിരഹാദ് രുദതീമിവ പ്രജാസു വിമനസ്വേകഃ സദാരോഗാത് തപോവനം. ഒന്നുകൂടെ വായിക്കാം. ആത്മജേഷു ആത്മജാമ്യസ്യ വിരഹാദ് രുദതീം ഇവ പ്രജാസു വിമനസ്വേകഃ സദാരോഗാത് തപോവനം. ദൃഷ്ട്വാത്മാനം പ്രവയസം ഏകദാ വൈന്യ ആത്മവാൻ ആത്മനാ വർദ്ധിതാ ശേഷ സ്വാനുസർഗ പ്രജാപതി. എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി, അതുപോലെ സ്ഥാവര ജംഗമങ്ങൾക്കെല്ലാം ജീവിതമാർഗം, ഇതെല്ലാം വാങ്ങിക്കൊടുത്ത് എന്ന് വെച്ചാൽ എല്ലാം കൊടുത്ത് പൃഥു അനുഗ്രഹിച്ചവനും ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായിട്ട് ധർമ്മം അനുഷ്ഠിച്ചതും അവനുമായ ആ പൃഥു ഭഗവാന്റെ തീരുമാനം എല്ലാം വേണ്ടതുപോലെ നിർവഹിച്ചതിന് ശേഷം അവതാരമാണല്ലോ. പൃഥു അവതാരം എന്നല്ലേ നമ്മൾ പറയുക. ആദ്യത്തെ ശ്ലോകം തന്നെ പൃഥു അവതാരമാണ്. പൃഥു ചരിത്രത്തിൽ തുടങ്ങുന്ന ആദ്യത്തെ അധ്യായം, അതിലെ ആദ്യത്തെ ശ്ലോകം. അപ്പോൾ അവതാര ഉദ്ദേശം ഒക്കെ, അതായത് അംശാവതാരങ്ങളുടെയാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ ഈ 10 അവതാരങ്ങളിൽ പെടുന്നതല്ല. അവതാര ഉദ്ദേശമൊക്കെ തീർത്തതിന് ശേഷം അതായത് പൃഥു ആണ് ഈ ഭൂമിയെ ഈ രീതിയിലൊക്കെ ആക്കിയെടുത്തത്. നമ്മളിപ്പോൾ കാണുന്ന ഭൂമി ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് പൃഥു ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പൃഥു ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട്. 7 കുതിരകളെ പൂട്ടി ഇങ്ങനെ ചുറ്റി തിരിച്ച് ഉഴുതു മറിച്ചെന്നൊക്കെ. അപ്പോൾ അതുപോലെ തൻ്റെ പുത്രീതുല്യയായ ഭൂമിയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ച്, അതായത് ഭൂമിയെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ഭൂമിയെ പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് പ്രജകളൊക്കെ എല്ലാവർക്കും വിയോഗം സഹിക്കാൻ വയ്യ. കാരണം ആശ്രമം ഗച്ഛേതെന്ന് പറയുകയില്ലേ. അപ്പോൾ അങ്ങനെ തന്നെ പ്രവർത്തിച്ച് വന്നയാൾ ആദ്യം ബ്രഹ്മചാരിയായി, അത് കഴിഞ്ഞ് ഗൃഹസ്ഥനായി, അത് കഴിഞ്ഞ് അടുത്ത മാർഗം സന്യാസിയാകുക എന്നുള്ള സന്യാസം സ്വീകരിച്ച് പോകാൻ തുടങ്ങുകയാണ്. പുത്രന്മാരെ ഏൽപ്പിച്ചു. ഭൂമി ഭാരമൊക്കെ പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് സന്യസിച്ച് പോവുക. അപ്പോൾ അവർക്കെല്ലാം സങ്കടമാണ്. പൃഥുവിനെ അത്രയ്ക്ക് കാര്യമായിരുന്നു പ്രജകൾക്ക്. അപ്പോൾ എന്ത് ചെയ്തു? പ്രജകളെയൊക്കെ ഏൽപ്പിച്ചിട്ട് ആ വ്യസനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രജകളൊക്കെ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ പത്നിയോട് കൂടി വേറെ ആരുടെയും സഹായമില്ലാതെ തനിയെ വനത്തിലേക്ക് പോയി. തപോവനം എന്നിവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. അത് തപസ്സാകുന്ന വനം. അതിൽ പ്രത്യേകിച്ചൊരു വനത്തിൽ പോയി ചെയ്യണമെന്നില്ല, അത് തപസ്സാണ്.
കാരണം ഇതിൽ നിന്നൊക്കെ വിട്ടുമാറുക. ഇപ്പോൾ പ്രത്യേകിച്ച് വനം എന്നുള്ള വാക്കേ ഇവിടെ ഉദ്ദേശിക്കേണ്ട, വനമില്ലല്ലോ. പണ്ടൊക്കെ അങ്ങനെ പറയും, വനത്തിൽ പോയി തപസ് ചെയ്തെന്ന്. എന്താണ് വനം? വനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുന്ന ഒരു സ്ഥലം ആണ് വനം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ജീവിച്ച് വന്ന ആ ഭൂമിയുടെ രീതിയും സ്വഭാവവും ഒന്നുമല്ല വനത്തിലുള്ളത്. അവിടെയൊന്നും കൊട്ടിൽ കെട്ടി താമസിക്കുന്ന സ്ഥിരമായ താമസ സ്ഥലമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വേറെയുള്ള ജീവിത സൗകര്യങ്ങളും ഉണ്ടാവില്ല. ദാസികളോ ദാസന്മാരോ ഒന്നും ഉണ്ടാവില്ല ഒരു രാജാവിനെ സംബന്ധിച്ച്. അപ്പോൾ അതെല്ലാം ആ സുഖ സൗകര്യങ്ങളൊക്കെ തുടർന്ന് ഉപയോഗിക്കാം എന്നും ആയിട്ടും അത് വിട്ടുകൊടുത്തിട്ട് അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുത്തിട്ട് യുവരാജാവായിട്ട് മക്കളെയൊക്കെ അഭിഷേകം ചെയ്ത് ആ മക്കൾക്ക് ഭൂമി ഭാരം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം പൃഥു തപസ്സിനായിട്ട് പോയി തപോവനത്തിലേക്ക് പോയി. ആ തപസ്സാകുന്ന വനത്തിലേക്ക് പോയി. ആരുടെ കൂടെ? ഭാര്യയുടെ കൂടെ. അത് തൻ്റെ കടമയാണ്. തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ടതാണ് പത്നിയെ. അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഭാര്യയാണ് ഏറ്റവും അടുത്ത് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭർത്താവാണ് ജീവിത പങ്കാളി എന്നേ അർത്ഥമുള്ളൂ. പുത്രിമാരുമൊക്കെ അകന്നു പോകും. അവരുടെ ജീവിതമായി പിന്നെ അവരുടെ കാര്യമില്ലേ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും അവരെ നമുക്ക് ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ അവർക്ക് ബാധ്യതയുമില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പൃഥുവൊക്കെ ചെയ്ത പോലെ ചെയ്യേണ്ടത് നമ്മളാണ്. എന്നുവെച്ചാൽ അച്ഛനമ്മമാരാണ് അത് ചെയ്യേണ്ടത്. കാരണം അവരവരുടെ വീട് വിട്ട് ഇറങ്ങുക, വീട്ടിൽ കെട്ടിപ്പിടിച്ച് കിടക്കാതെ മക്കളെ ഭാരം ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതെ പോവുക എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കിതിപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെ തോന്നൽ നമ്മളില്ലെങ്കിൽ കുട്ടികളൊന്നും ശരിയാവില്ലെന്നൊരു തോന്നലാണ് നമുക്കത്. അവർക്കൊന്ന് വിട്ടുകൊടുത്താലല്ലേ അറിയുള്ളൂ അവർ ചെയ്യുമോ ഇല്ലയോ എന്ന്. അങ്ങനെ അവർക്കും അതൊരു തണലായിട്ടാണ് അവരും പലപ്പോഴും കരുതും, ഇങ്ങനെയാണേലും അവർ ഹെൽപ്പിനുണ്ടല്ലോ എന്ന്. ഒന്ന് വിട്ടുകൊടുത്ത് നോക്കും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എത്ര മിടുക്കരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് പലരും വിട്ടുകൊടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പോഴേ അങ്ങനെ പണ്ട് കാലത്ത് അത് വെച്ചിരുന്നത് ഒരു കണക്കിന് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അല്ലേ. പണ്ടങ്ങനെ വെച്ചിരുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മളങ്ങനെ തപോവനത്തിലോട്ട് പോയി, അതായത് തപസ്സാകുന്ന വനത്തിലോട്ട് പോയി എല്ലാവരും മക്കളെ പഠിക്കും, മക്കൾ നോക്കാഞ്ഞിട്ടാണെന്ന്. ഒന്നുമില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ. അവരുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കൂട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം വലിയതായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വരുന്ന ഒരു ഏരിയയായി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതുപോലെ അങ്ങനെ സഹായമില്ലാതെ തപോവനത്തിലേക്ക് പോയി. അത്രയാണ് 3 ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തത്രാപ്യദാഭ്യ നിയമോ വൈഖാനസസു സമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാ. തത്രാപി അദാഭ്യ നിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാ എന്നാണ്. മുമ്പ് തൻ്റെ ഈ ഭൂമി മണ്ഡലത്തിൽ ഭൂമണ്ഡല വിജയി എന്ന പോലെ ആ തപോവനത്തിൽ വാനപ്രസ്ഥന്മാർക്ക് ഏറ്റവും സമ്മതനായ, എവിടെ ചെന്നാലും പൃഥു ഏറ്റവും ഉയരത്തിലാണ് എന്ന് ഭൂമണ്ഡലത്തിൽ ജീവിച്ചപ്പോൾ രാജാവിനെപ്പോലെ ജീവിച്ചോ, വിജയിച്ച് തന്നെയാണ് ജീവിച്ചത്. അതുപോലെ തപോവനത്തിൽ ചെന്നപ്പോഴോ അവിടുത്തെ ഇതുപോലെ വാനപ്രസ്ഥരായി വന്നവർക്ക് സമ്മതനായ ഉഗ്ര തപസ്സിൽ ഒരു വിഘ്നത്തിനും നശിപ്പിക്കാൻ കഴിയാത്ത നിയമങ്ങളോടുകൂടി കഴിഞ്ഞുകൂടി. അത്രയ്ക്കും ശക്തനായിട്ട് തന്നെ അവിടെയും അദ്ദേഹം ഒന്നാമതായിരുന്നു. കന്ദമൂലഫലാഹാര ശുഷ്കവർണാശന ക്വചിത് അഭക്ഷകതിചിത് പക്ഷാൻ വായുഭക്ഷസ്തതഃ പരം. കന്ദമൂലഫലാഹാര ശുഷ്കവർണാശന ക്വചിതാണ്. പർണാശന ക്വചിതായത്. അഭക്ഷ കതിചിത് പക്ഷാൻ വായുഭക്ഷ സ്തതപരം. വായുഭക്ഷ തതപരം എന്ന് പറഞ്ഞാൽ മതി. വായുഭക്ഷ സ്തതപരം എന്ന് തന്നെ ഒന്നിച്ച് വായിക്കുമ്പോൾ പറയണം. അത് ആ ഒരു തപസ്സിൻ്റെ രീതിയാണ്. 5, 6, 7. ഗ്രീഷ്മേ പഞ്ചതപാ വീരോ
വർഷാസ്വാസാരഷാൺമുനി ആകണ്ഠമഗ്നശിശിരേ ഉദകേ സ്തണ്ടിലേ ശയഃ തിതിക്ഷുർയതവാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണം ആചരത് തപ ഉത്തമം തിതിക്ഷുർയതവാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണം അചരത് തപ ഉത്തമം കൃഷ്ണം അചരത് തപ ഉത്തമം. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അഞ്ചാമത്തെ ശ്ലോകമാണ്. കന്ദമൂലഫലാഹാര. ആ പൃഥ്വിരാജാവ് ഇവിടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന വീരനായ മുനി, ഷാൺമുനി. കണ്ടോ, വീരനായ ആ മുനി, വർഷാസാര ഷാൺമുനി. ആ വീരനായ മുനി വല്ലപ്പോഴും കന്ദമൂലം എന്ന് വെച്ചാൽ കിഴങ്ങ്, വേര്, ഫലങ്ങൾ എന്നിവ ഭക്ഷിച്ചും കുറേ മാസങ്ങൾ അപ്പ് എന്ന് പറഞ്ഞ വെള്ളം മാത്രം കഴിച്ചും പിന്നെ കുറേ നാളുകൾ എന്ത് ചെയ്തു? പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം ഒരു പക്ഷം, ഒരു കറുത്ത വാവിൻ്റെ തൊട്ട് അടുത്ത കറുത്ത വാവ്, ഒരു വെളുത്ത വാവ് വരെ, ഒരു വാവ് തൊട്ട് അടുത്ത വാവ് വരെയുള്ളതിനെയാണ് പക്ഷം എന്ന് പറയുന്നത്. അത് 10-15 ദിവസം വായു മാത്രം ഭക്ഷിച്ചും വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ശരീരത്തിനെ അങ്ങ് ദണ്ഡിപ്പിക്കുക, പഞ്ചാഗ്നി മധ്യത്തിലിരുന്ന് തപസ് ചെയ്തും മഴക്കാലത്ത് മഴ മുഴുവൻ കൊണ്ടും അങ്ങനെ ഓരോന്ന് ശീതോഷ്ണ സമമാക്കുക, ദുഃഖം സുഖം ഒക്കെ സമമാക്കുക അദ്ദേഹം. അങ്ങനെയുള്ള ഓരോ പീഡന ശരീരത്തിന് കൊടുത്ത് മഴക്കാലത്ത് മഴ മുഴുവൻ തലയിൽ ഏറ്റി സഹിച്ചുകൊണ്ട് പിന്നെ തണുപ്പ് കാലത്ത് കഴുത്ത് വരെ വെള്ളത്തിൽ സർവവും സഹിച്ച് മൗനിയായി തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം തൻ്റെ കസ്റ്റഡിയിലാക്കി, തൻ്റെ ആ ഉള്ളിൽ ഉറപ്പിച്ച് ബ്രഹ്മചര്യം പാലിച്ച് ആ പ്രാണൻ നിയന്ത്രിച്ച് ഭഗവാനെ ആഗ്രഹിച്ച് ഭഗവത് ആരാധന മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് ആഗ്രഹിച്ച് വളരെ ഉത്കൃഷ്ടമായ ആ തപസ് അനുഷ്ഠിച്ചു. ഇനി 8. തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശേഹ പ്രാണായാമൈ സംനിരുദ്ധ ഷഡ്വർഗഛിന്നബന്ധനഃ. തേന കാമാനുസിദ്ധേന ധ്വസ്തകർമാമലാശേഹ പ്രാണായാമൈ സംനിരുദ്ധ ഷഡ്വർഗഛിന്നബന്ധനഃ. അതുപോലെ ക്രമാനുസിദ്ധേന, ക്രമേണ കൂടിക്കൂടി വന്ന ആ തപസ്സിനാൽ പറ്റി? ആ കർമ്മവാസനകളെല്ലാം നശിച്ചു. ഒരുപാട് കർമ്മം ചെയ്ത ആളാണ് അദ്ദേഹം, അല്ലേ? രാജാവായിരിക്കുമ്പോൾ ഒരുപാട് കർമ്മം ചെയ്യേണ്ടി വരും. ആ കർമ്മവാസനകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടുകൂടി ചിത്തത്തോടുകൂടി പ്രാണായാമങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിതമാക്കി ആ സർവബന്ധങ്ങളിൽ നിന്നും വിമുക്തനായി. ഒരു ബന്ധവും തനിക്ക് യാതൊരു ലോകബന്ധവും ഇല്ലാതെ കർമ്മബന്ധത്തിൽ നിന്ന്, കർമ്മവാസനകളിൽ നിന്ന് കുറേശ്ശെ വിടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായി. സനത് കുമാരോ ഭഗവാൻ യഥാഹാധ്യാത്മികം പരം യഥാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷം. പിന്നെ അഭജത് പുരുഷർഷഭ, പുരുഷം അഭജത് ആണ് അമ്മ, പുരുഷം അഭജതായത് കേട്ടോ. യോഗം തേനൈവ പുരുഷം അഭജത് പുരുഷർഷഭ. സനത്കുമാരന്മാർ ഉപദേശിച്ച ആധ്യാത്മികവും സർവശ്രേഷ്ഠവുമായ യോഗത്തെ അനുസരിച്ച് ആ പുരുഷശ്രേഷ്ഠനായ പൃഥു ആ പരമപുരുഷനെ ഭജിച്ചു. ആ സനത്കുമാരന്മാരാണ് അദ്ദേഹത്തെ അത് പറഞ്ഞു കൊടുത്തത്, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ 10. ഭഗവദ്ധർമ്മിണ സാധോ ശ്രദ്ധയായ തതസദാ ഭക്തിർഭഗവതി ബ്രഹ്മണി അനന്യ വിഷയാഭവത്. അവിടെ ഭക്തിർഭഗവതി ബ്രഹ്മണി എന്നാക്കണം. എന്നിട്ട് അനന്യ വിഷയാഭവത്. ഭഗവദ്ധർമ്മിണ സാധോ ശ്രദ്ധയായ തതസദാ. ഭഗവത് ധർമ്മത്തിൽ വളരെ നിഷ്ഠയോടും ശ്രദ്ധയോടും ഒക്കെ പ്രയത്നിക്കുന്നവനായ ആ മഹാത്മാവിന് പരബ്രഹ്മത്തിൽ അനന്യമായ
ഭക്തി ഉണ്ടായി. ആ പരബ്രഹ്മത്തിൽ അനന്യമായ ഭക്തി ഈ പൃഥുവിന് ഉണ്ടായി എന്ന എല്ലാ ഈ ധർമ്മനിഷ്ഠയോടും ശ്രദ്ധയോടും കൂടി പ്രയത്നിച്ചവനായതുകൊണ്ട്. തസ്യാനയാ ഭഗവത പരികർമ്മശുദ്ധ സത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യ ജ്ഞാനം വിരക്തിം അദഭൂത് നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം. തസ്യാനയാ ഭഗവത പരികർമ്മശുദ്ധ സത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യ ജ്ഞാനം വിരക്തിം അദഭൂത് നിശിതേന തേന ചിച്ഛേദ സംശയപദം നിജജീവകോശം. മൂന്നാമത്തെ ലൈൻ ജ്ഞാനം വിരക്തിം അദഭൂൻ നിശിതേന യേന, അദഭൂത് നിശിതേന എന്നാണ്. ഭഗവാന്റെ പാദസേവ കൊണ്ട് വിശുദ്ധ മനസ്സോടു കൂടിയ അദ്ദേഹത്തിന് നിരന്തരമായ അനുസന്ധാനത്താൽ പൂർണ്ണ ഭക്തി ഉണ്ടായി. അതിൽ നിന്ന് വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടായി. അതാണ് ഏറ്റവും അധികം ഭക്തി ഉണ്ടാകുമ്പോൾ എന്താണ്? വിരാഗത. രാഗങ്ങളിൽ ഒന്നിനോട് ഒരു താല്പര്യം തോന്നാതിരിക്കുക. അതുപോലെ തന്നെ അറിവ്, വിജ്ഞാനവും ലഭിച്ചു. വളരെ മൂർച്ചയേറിയ ചിച്ഛേദ, കണ്ടോ, സംശയം നിജ ജീവകോശം, ചിച്ഛേദ ഛേദിച്ചു. മൂർച്ചയേറിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അഹങ്കാരഗ്രന്ഥിയെ മുറിച്ചു. ഞാൻ എന്നുള്ള ആ ഭാവത്തെ, ഞാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലുള്ള, ഗർവ് എന്നുള്ള അർത്ഥത്തിലുള്ള ഞാനല്ല, അഹമല്ല, ആ ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തെ ഇല്ലാതാക്കി. ഛിന്നാന്യ ധിഗതാത്മഗതിർനിരീഹ ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹ തത്യജേച്ഛിന്നദിദം അച്ഛിന്നദിദം തത്തത്യജേച്ഛിന്നദിദം കേട്ടോ. തത്തത് ത്യജേത് ഛിന്നദിദം. അവിടെ അന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം ധീരധിഗതാത്മഗതിർനിരീഹ എന്നാക്കുക. അവിടെ ഒരു ഹ കഴിഞ്ഞൊരു വിസർഗം ഇടുക. പിന്നെ തത്തത് ത്യജേത് ഛിന്നദിദം അപ്പോക്കും. വയുനേന യേന തത്തത്യജേത് ഛിന്നദിദം തത്തത് ത്യജേത് ഛിന്നദിദം വയുനേന യേന താവന്നയോഗ ഗതിഭിർയതിരപ്രമത്തോ യാവത് ഗതാഗ്രജ കഥാസു രതിം ന കുര്യാത്. എന്നൂടെ വായിക്കാം ഞാൻ. ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹ തത്യത്യജേച്ഛിന്നദിദം വയുനേന യേന താവന്ന യോഗഗതിഭിർയതിരപ്രമത്തോ യാവത് ഗതാഗ്രജകഥാസു രതിം ന കുര്യാത്. ആത്മസാക്ഷാത്കാരം നേടി ശരീരാദികളിലുള്ള ശരീരമാണ് താൻ എന്നുള്ള ആ ബുദ്ധിയെല്ലാം വിട്ടിട്ട് ഒന്നിലും ആസക്തി ഇല്ലാത്തവനായി അഹങ്കാരഗ്രന്ഥിയെ, അഹം എന്നുള്ള ഇതിനെയെല്ലാം ഛേദിക്കാൻ കഴിവ് നൽകിയ ആ ജ്ഞാനം പോലും കൈവിടിഞ്ഞു. അതിനെപ്പോലും എനിക്ക് വേണ്ട, അതുപോലെ അറിവ് പോലും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. ആ ഭഗവാന്റെ ദിവ്യമായ ആ തീരുമാനങ്ങളിലും ആ ഭഗവാന്റെ ലീലകളിൽ, ഭഗവാന്റെ ആ സ്വരൂപത്തിൽ താല്പര്യം തികയാത്ത കാലം വരെ സാധകൻ യോഗസിദ്ധിയിലും മറ്റും താല്പര്യം കാട്ടും. ഭഗവാന്റെ ആ മഹിമ അറിയാത്തവരിൽ ഓരോ കാര്യത്തിൽ യോഗസിദ്ധിയിലും ഒക്കെ ഓരോ സിദ്ധികളുണ്ടാകുമല്ലോ. ഇങ്ങനെയുള്ളവർക്കൊക്കെ സിദ്ധികൾ ലഭിക്കും. ആ സിദ്ധികളൊക്കെ അത് ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും പുച്ഛിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ സിദ്ധികൾ ലഭിച്ചവരാണ്. പക്ഷേ ആ സിദ്ധികൾ അവരുപയോഗിച്ചത് കൊണ്ട്
അവർക്ക് അതുകൊണ്ട് അവരൊരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ ആകർഷിക്കാനൊക്കെ പറ്റിയെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഉയരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവർ പോലെയുള്ളവരങ്ങനെയല്ല. ആ സിദ്ധികളൊക്കെ കിട്ടിയെന്ന് അവരവർക്കറിയാം. എനിക്ക് സിദ്ധികളൊക്കെ കിട്ടി, ലഭിച്ചു, അത് തനിയെ വന്നു ചേരുന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ വന്നു ചേരുന്ന എന്തിലും ഈ അറിവ് കൂടിക്കഴിയുമ്പോൾ അതുപോലും വേണ്ടെന്ന് വയ്ക്കുന്നവരിലേക്ക് അറിവും സിദ്ധികളും ഉണ്ടാകും. ആ സിദ്ധികളൊക്കെ താല്പര്യം കാട്ടും. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാധകൻ അത് വേണ്ടാന്ന് വെക്കും, അതൊന്നും വേണ്ടാന്ന് വെക്കും. സിദ്ധികളൊന്നും തനിക്ക് വേണ്ട. അതാ ഛിന്നാന്യധീരധിഗതാത്മഗതിർ നിരീഹ തത്തത്യജേത് ചിനദിദം വയുനേനയേന താവന്നയോഗഗതിഭിർ എതിരപ്രമത്തോ യാവത് ഗതാഗ്രജ കഥാസു രതിം ന കുര്യാത്. അതിനകത്തൊന്നും താല്പര്യമുണ്ടാവുകയില്ല. 13 ഏവം സവീരപ്രവര സംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജ സ്വം കളേബരം. ഏവം സവീരപ്രവര സംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജ സ്വം കളേബരം. അതുപോലെ ആ വീരനായ അദ്ദേഹം എന്ത് ചെയ്തു? പരമാത്മാവിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ദൃഢമായി ഞാൻ ബ്രഹ്മമാണ് എന്ന് തന്നെ വിചാരിച്ച് യഥാകാലം ശരീരത്തെ ഉപേക്ഷിച്ചു. തത്യാജ സ്വം കളേബരം സ്വന്തം കളേബരം തത്യാജ ത്യജിച്ചു, വേണ്ടെന്ന് വെച്ചു. ബ്രഹ്മം ആണ്, ഞാൻ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട്, ദൃഢമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വീരനായ അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരയൻ ശനൈഃ നാഭ്യാം കോഷ്ഠേഷ്വവസ്ഥാപ്യ ഹൃദുരകണ്ഠശീർഷണി. സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരയൻ ശനൈഃ നാഭ്യാം കോഷ്ഠേഷ്വവസ്ഥാപ്യ ഹൃദുരകണ്ഠശീർഷണി. ഉത്സർപ്പയംസ്തു തം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹഃ വായും വായൗക്ഷിതൗ കായം തേജസ്തേജസ്യായുയുജത്. അവിടെ ഒന്നും തിരുത്താനൊന്നുമില്ല. 2 ശ്ലോകങ്ങളും കൂടെ അർത്ഥം ഒന്നിച്ച് പറയുക. കാലിൻ്റെ മടമ്പ് കൊണ്ട് സംപീഡ്യ പായും പാഷ്ണിഭ്യാം വായും ഉത്സാരയൻ ശനൈ നാഭ്യാം കോഷ്ഠേഷു അവസ്ഥാപ്യ ഹൃദുര കണ്ഠശീർഷണി. കാലിൻ്റെ മടമ്പ് കൊണ്ട് മലദ്വാര പ്രദേശം പീഡനം ചെയ്ത് വായുവിനെ പതുക്കെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി ആ നാഭിയിലും കോഷ്ഠങ്ങളിലുമൊക്കെ ഉറപ്പിച്ച് നിർത്തി ആ ഹൃദയം, പിന്നെ ഉരസ്, കണ്ഠം, നമ്മുടെ നെഞ്ച്, കണ്ഠം, കഴുത്ത്, പിന്നെ ഭ്രൂമധ്യം, അതായത് നെറ്റി എന്നിവയിലേക്ക് അത് ഉയർത്തി കാരണം കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിപ്പിക്കുക എന്ന് പറയും. അത് ഉദ്ദീപിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അത് അഷ്ടാംഗ യോഗത്തിലുള്ള കാര്യങ്ങളായി പറയുന്നത്. നമുക്കത് പ്രാധാന്യമില്ല. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് പഠിച്ചു വയ്ക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ കുണ്ടലിനി ശക്തിയെ ഉയർത്തി അതിന് എന്ത് ചെയ്തു? ഉപ്പൂറ്റി കൊണ്ട് ഇവിടെ പൃഷ്ഠഭാഗത്ത് ഇവിടെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി കാലിൻ്റെ മടമ്പ് കൊണ്ട് മലദ്വാര പ്രദേശം ആ ഭാഗത്ത് പീഡനം ചെയ്ത് അവിടെ ഒന്ന് ഇടിച്ചിട്ട് മുകളിലോട്ട് കയറ്റി തൻ്റെ പ്രാണനെ കളയാനുള്ള ആ ശക്തി വരെ പഠിച്ചു വച്ചിരുന്നു. അഷ്ടാംഗ യോഗത്തിലൊക്കെയുള്ള ആൾക്കാരെ പറയുന്ന കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിപ്പിച്ച് അത് തൻ്റെ മൂർധാവിൽ കൂടി തലയിൽ കൂടി മുകളിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. ആ ഭ്രൂമധ്യത്തിലേക്ക് അത് ഉയർത്തി ക്രമേണ ബ്രഹ്മരന്ധ്രം നമ്മുടെ ശിരസിൻ്റെ നടുഭാഗം അവിടെ പ്രവേശിപ്പിച്ച നിസ്പൃഹനായി പ്രാണനെ വായുവിലും ശരീരത്തിലെ പാർത്ഥിവ ഭാഗത്തെ ഭൂമിയിലും അഗ്നി അംശത്തെ സമഷ്ടി തേജസ്സിലും യോജിപ്പിച്ചു. ഓരോ ഭാഗങ്ങൾ നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാണനെ മുകളിലോട്ട് വിട്ടു, ബാക്കിയുള്ള ശരീരത്തിലെ പ്രാണനെ എല്ലാ ഈ വായുക്കൾ കാണുന്ന സമഷ്ടി വായുവിലും അങ്ങനെ ഉണ്ട്, പറയുന്നുണ്ടല്ലോ വൃഷ്ടി സമഷ്ടി എന്നൊക്കെ, വൃഷ്ടി സമഷ്ടി അങ്ങനെ പറയാറുണ്ട്. അങ്ങനത്തെ അതൊക്കെ വാക്കുകളൊക്കെ പരിചയമുണ്ടെന്നല്ലാതെ എനിക്കത്
വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതില്ല അഷ്ടാംഗയോഗത്തിൽ പറയുന്ന കാര്യങ്ങൾ. അത് ആചാര്യന്മാരും ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുക, ആ വാക്കുകൾ അവരുപയോഗിച്ചങ്ങ് പറഞ്ഞു പോകുക. അതിപ്പോൾ എനിക്ക് തോന്നുന്ന വേറൊരു വിഭാഗം തന്നെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഉണ്ട്. നമ്മളത് പഠിക്കുന്നില്ല. ഭാഗവതത്തിൽ ഇത് പൃഥുവിൻ്റെ കാര്യം പറയുന്നിടത്ത് ഇത് പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ അതായത് ചിലർ പറയാറുണ്ട് കാട്ടുതീയിൽ ചാടി മരിച്ചെന്നൊക്കെ. ഇത് പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം തനിക്കിപ്പോൾ സമാധിയാകണമെന്ന് വിചാരിച്ചു, സമാധിയിലെത്തി. അതായത് വേണ്ട ജീവൻ ത്യജിച്ചു എന്നാ. അഗ്നി അംശത്തെ സമഷ്ടി തേജസ്സിലും യോജിപ്പിച്ചു. തൻ്റെ ശരീരത്തിൽ അഗ്നിയുടെ അംശമുണ്ട്, അതിനെ സമഷ്ടി തേജസ്സിലും യോജിപ്പിച്ചു എന്നാ. ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹ വായും വായൗക്ഷിതോ കായം തേജസ് തേജസ്യയൂയുജത്. ഒന്നും അതിനകത്ത് വാക്കുകളില്ല. തേജസ് തേജസ്യയൂയുജത് എന്ന് വായിക്കണം, അത്രയേ ഉള്ളൂ. 15ാമത്തേത് അതും കൂടെ കൂട്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അയൂയുജത് യോജിപ്പിച്ചു. പിന്നെ 16 ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിം അംഭസി തത്തേജസി അതോ വായും നഭസ്യമം. യഥോ വായും നഭസ്യമം. ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിം അംഭസി തത്തേജസി യഥോ വായും നഭസ്യമം. ഈ ഇന്ദ്രിയത്തെ ആകാശത്തിലും ശരീരത്തിലെ ജലാംശത്തെ ജലത്തിലും ഓരോന്നിൻ്റെ സ്ഥാനമനുസരിച്ച് ലയിപ്പിച്ചു. ഭൂമിയെ ജലത്തിലും അതിനെ തേജസ്സിലും പിന്നെ അതിനെ വായുവിലും വായുവിനെ ആകാശത്തിലും യോജിപ്പിച്ചു. അതോരോ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചൊന്ന് പറഞ്ഞ് വിശദമായിട്ട് പറയുന്നതേ ഉള്ളൂ. തം സർവ ഇന്ദ്രിയേഷു മനസ്ഥാനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമൂന്യുത്കൃഷ്യ ഭൂതാദിനാമൂനി ഉത്കൃഷ്യ മഹത്യാത്മനി സന്തതേ. ഒന്നൊരു വായിക്കാം. ഇന്ദ്രിയേഷു മനസ്ഥാനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമൂന്യുത്കൃഷ്യ മഹത്യാത്മനി സന്തതേ. ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് മനസ്സിനെ ഉണ്ടോ, ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും അവ വിഷയാധീനമായതിനാൽ അവയെ വിഷയങ്ങളിലും കണ്ടോ, വിഷയാധീനമാണ് ഇന്ദ്രിയങ്ങൾ, വിഷയത്തിനോട് ചേർന്നിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. അതിനെ വിഷയങ്ങളിലും സന്ധാനം ചെയ്ത് അതിനെ അവിടെയോട്ട് വിട്ടു. അഹങ്കാരത്തിൽ അവയെയെല്ലാം ആകർഷിച്ച മഹത്തത്വത്തിൽ സന്നിവേശിപ്പിച്ചു. അത് വലിയൊരു അഷ്ടാംഗയോഗത്തിൻ്റെ രീതികളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വിഷയമേ അല്ല. പൃഥുവിൻ്റെ ശരീരം ത്യജിച്ചതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ. 20 വരെ വച്ച് നമുക്ക് ഈ ക്ലിപ്പ് നിർത്തുകയാണ്. അർച്ചിർനാമ 18 തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യധാത് തം ചാനുശയമാത്മസ്ഥം അസാവനുശയീ പുമാൻ. അത് വാക്കുകൾ പിരിക്കാനുണ്ട് കേട്ടോ, പിരിച്ചെഴുതാനുണ്ട്. തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യധാത് തം ചാനുശയമാത്മസ്ഥം. പിന്നെ മാ വെട്ടിക്കളഞ്ഞിട്ട് അസൗ അനുശയീ പുമാൻ. അസാവ് അനുശയീ പുമാൻ, അസൗ അനുശയീ. അതൊന്നിച്ച് വായിച്ചാൽ മതി. അസാവ് അനുശയീ പുമാൻ. അത് വാക്ക് ഇതാണെന്ന് ഓർത്തിരിക്കുക, അസൗ അനുശയീ എന്നാണെന്ന്. തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യഥാത് തം ച അനുശയമാത്മസ്ഥം അസൗ അനുശയീ പുമാൻ. സർവഗുണ വിന്യാസമായ ഈ മഹത്തത്വത്തെ, ആ മഹത്തത്വത്തിൻ്റെ കാര്യം ഇനി പറയുന്ന മായാമയമായ ജീവനിലും ലയിപ്പിച്ചു. ജീവൻ തൻ്റെ ഉപാധി ഗുണമായ ഭൂതമായ അന്ധകരണത്തെയും ജ്ഞാന വൈരാഗ്യങ്ങളുടെ വീര്യത്താൽ സ്വസ്വരൂപത്തിൽ നിലകൊണ്ട് പരിത്യജിച്ചു. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്. അർച്ചിർ നാമ, ഇനി അർച്ചിസിൻ്റെ കാര്യം പറയണമല്ലോ. ഒരു കൂടെ ഉണ്ട്. ജ്ഞാന വൈരാഗ്യ വീര്യേണ സ്വരൂപസ്ഥോ ജഹാത് പ്രഭുഹോ. അതും കൂടി ആ 18ാമത്തെ ശ്ലോകത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ജ്ഞാന വൈരാഗ്യ വീര്യേണ സ്വരൂപസ്ഥോ ജഹാത് പ്രഭുഹോ. അവിടെ വരെയുണ്ട്. വീരത്തെ സ്വസ്വരൂപത്തിൽ അതിനകത്തോട്ട് ചേർത്തു, അതിനകത്തോട്ട് ആക്കി.
പിന്നെ 19 അർച്ചിർ നാമ മഹാരാജ്ഞി തത്പജ്ഞനുഗതാവനം സുകുമാര്യ തദർഹാച യത്പദ്ഭ്യാം സ്പർശനം ഭുവഃ. പൃഥുവിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അർച്ചിസ് എന്നാണ് പേര്. അർച്ചിർ നാമ എന്ന് ഇതിനകത്ത് പറയുമ്പോൾ ആ വ്യാകരണം അനുസരിച്ച് അർച്ചിർ എന്ന് പറയുന്നത്, അർച്ചിസ് എന്നാണ് പേര്. പാദങ്ങൾ കൊണ്ട് ഭൂമിയെ സ്പർശിക്കുവാൻ പോലും അർഹതയില്ലാത്ത അർച്ചിസ് എന്ന അദ്ദേഹത്തിൻ്റെ ആ സുകുമാരിയായ ആ പത്നി അദ്ദേഹത്തെ വനത്തിൽ അനുഗമിച്ചിരുന്നു. തൻ്റെ അത്രയും മൃദുവായ പാദങ്ങൾ ഭൂമിയെ സ്പർശിക്കുവാൻ പോലും അർഹതയില്ലാത്ത അർച്ചിസ് തൻ്റെ ഭർത്താവിനെ അനുഗമിച്ചിരുന്നു. അത് പറഞ്ഞു. അതീവ ഭർത്തുവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാഭിസ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. ഒന്നുകൂടെ വായിക്കാം. അതീവ ഭർത്തുവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാഭിസ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. ആ കഠിനമായ, നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആദ്യം ഈ അധ്യായത്തിൽ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, കഠിനമായ വാനപ്രസ്ഥചര്യയായിരുന്നു. ശരീരത്തെ പീഡിപ്പിച്ചൊക്കെയുള്ള വാനപ്രസ്ഥ നിഷ്ഠകളാണ് അദ്ദേഹം അനുവർത്തിച്ച് വന്നിരുന്നത്. ആ ഭർത്താവിൻ്റെ നിഷ്ഠ കൊണ്ടും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതുകൊണ്ടും ഋഷികൾക്കൊത്ത ഭക്ഷണാദികൾ ഏറ്റവും ക്ഷീണിച്ചാലും അവൾ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ സ്പർശനത്താലും ലാളനയാലും ആനന്ദകരമായി തന്നെ ആ ക്ലേശം തീരെ അറിഞ്ഞില്ല. കാരണം ഒരു ആ കാലഘട്ടത്തിലെ ഒരു പത്നി ചെയ്യേണ്ടതായ പാതിവ്രത്യ നിഷ്ഠയോട് കൂടി ഭർത്താവിൻ്റെ പാദങ്ങൾ നമസ്കരിച്ച് ഭർത്ത ശുശ്രൂഷ ചെയ്ത് അവർ അർച്ചിസ് എന്ന് പറഞ്ഞ ആ രാജ്ഞി ഭർത്താവിനെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ച്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെ ഇതായിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരസ്പർശത്താലും ലാളനയാലും അതൊക്കെ കിട്ടിയത് കൊണ്ട് ഈ അർച്ചിസും ആനന്ദഭരിതയായി ക്ലേശം ആ ബുദ്ധിമുട്ടുകൾ തീരെ വാനപ്രസ്ഥത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒട്ടും തന്നെ അറിഞ്ഞില്ല. ഹരി ഓം.